ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? കുറേ ദിവസമായി നമ്മൾ വീഡിയോയിലെല്ലാം വന്നിട്ടില്ല. ശരിക്കും മര്യാദക്ക് വീഡിയോ എടുക്കൽ നന്ന കുറവാണ് കേട്ടോ. നമ്മൾ രണ്ടാളും ഒന്നിച്ചുണ്ടാവൽ കുറവാണ്. ഇന്ന് വീട്ടിലേക്ക് അമ്മ വന്നിട്ടുണ്ട് കേട്ടോ. അമ്മക്ക് മുട്ടുവേദനയായിട്ട് വന്നതാണ്. അപ്പോൾ കുറച്ച് അയില മേടിച്ചിട്ടുണ്ട് വരുമ്പോൾ. അപ്പോൾ നമുക്ക് അയിലക്കറി ഒന്ന് വെച്ചോക്കാം കേട്ടോ. അയില മുറിച്ച് കഴുകി വെച്ചിട്ടുണ്ട്. ഇവിടെ അയിലക്കറിയാണേ. ഒരാൾ ഉള്ളിയിടുമെന്ന് അറിയില്ല കേട്ടോ. ചില ആൾക്കാർ ഉള്ളിയിടയില്ല. അതല്ലേ, എനിക്ക് ഉള്ളിയിട്ട് ഇഷ്ടമാണ്. ഓരോ നാട്ടിലും ഓരോ കറിയല്ലേ. അപ്പം ഉള്ളി മുറിച്ചത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേ. കുറച്ച് കറിവേപ്പില, ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ടേ. എന്താ പിന്നെ തക്കാളി, ഒരു തക്കാളി എടുത്തിട്ട് തേങ്ങ അരച്ച് വെക്കാനാണ് കേട്ടോ. പിന്നെ ഒരു എരിവിനനുസരിച്ചിട്ട് 3 പച്ചപ്പറങ്കി. പിന്നെ നടുന്ന് വെച്ചാൽ കല്ലുപ്പ് ഇട്ടിട്ടേ എല്ലാം മിക്സ് അല്ലേ. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കേ. മസാലയിലേക്ക് ഇടല അല്ല, കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് പെരട്ടി വെക്കുക. എന്നാ വേണ്ട വെച്ചാലേ മീൻകറി ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം മീൻ മുറിച്ച് വെച്ചിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ വെല്ലാട്ടം വന്നിട്ടുണ്ടായിട്ട് വെല്ലാടിനോട് വർത്താനം പറഞ്ഞു നിന്നിട്ട് സമയം പോയത് അറിഞ്ഞിട്ടാ. ഇതിവിടെ പെരട്ടി വെച്ചിട്ട് എന്നാ വേണ്ട വെച്ചാൽ മല്ലിപ്പൊടി എടുക്കുക കുറച്ച്. പൊടി എടുത്ത് മുളക് പൊടി ആവശ്യത്തിന് മതിയാ, എരിവിനനുസരിച്ചിട്ടോ. പാടെരുവായാലേ കൂട്ടാൻ ബുദ്ധിമുട്ടായി. ഇപ്പൊക്കെ എന്താവും വെച്ചാൽ കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിച്ച് കൊടുക്കുക. എന്നിട്ടിത് ചൂടാക്കിയത് വെളിച്ചെണ്ണ വെച്ച് നന്നായി മിക്സ് ചെയ്യുമല്ലോ. തീ കുറച്ചിട്ട് നല്ലോണം ചൂടാക്കിയെടുക്കാം. കരിയാണ്ട് ചൂടാക്കിയെടുക്കാം. മസാലേൻ്റെ മണം വരുന്നുണ്ട് കേട്ടോ. അയില ഉണ്ടായിട്ട് അയിലയും അയക്കൂറി ഉണ്ടായിരുന്നു. വലിയ അയക്കൂറ. ഇതെന്താ അയക്കുറ വാങ്ങാണ്ട് അയില വാങ്ങിയിട്ട് അയക്കൂറക്ക് ഭയങ്കര പൈസയാണ്. വർത്താനം കേട്ടിട്ട് ചോദിച്ചാൽ അയക്കുറ അയാൾ തന്നിട്ടില്ല. ഇതിടക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മ. അത് കുറച്ച് വില കുറവുണ്ടായി. അയക്കുറക്കിന് വലിയ പൈസയാണ്. ഇടക്ക് മണിക്കൂന്നല്ലാണ്ട് അയില നമുക്ക് ഒതുക്കാം. മണം വരുന്നുണ്ടല്ലേ. അമ്മ ഞാനശ്വനിയും കൂടെ വരുമ്പോൾ അമ്മാനപ്പാർക്കും ഒരു അച്ചാച്ചൻ വണ്ടിക്ക് കാറടിച്ചവിടെ വീണേനെ. കണ്ണാണായിട്ട് ഈ സന്ധ്യ ആയതുകൊണ്ട് പകല് പോയിട്ട് നടന്നെത്തുമ്പോ കൊറേ നടക്കാനുണ്ട്. ഇങ്ങ പോയിരുന്ന നടന്നു വരുമ്പോ ഇരുട്ടായില്ലേ. ഒരു കാലം കൊടിയും എന്തോ കയ്യിൽ സാധനം മേടിച്ചിട്ടുണ്ട്. അപ്പൊ വഴി കാണാനായിട്ട് നേരെ പോയത് റോഡിന്റെ നടുക്കേക്ക്. അപ്പൊ നമ്മളെ ഓവർടേക്ക് ചെയ്തിട്ട് ഒരു കാറ് വരുന്നുണ്ടായിരുന്നു. കാറ് സ്പീഡ് പോയിട്ട് ഇങ്ങനെ ഇടിക്കാൻ പോകുമ്പോ അയാൾ ബ്രേക്ക് ഓട്ടിട്ട് ചെരിച്ചിട്ട് കാറുണ്ട്. ഞാനോളും കൂടെ വണ്ടി നിർത്തിയിട്ട് നമ്മ പോയിട്ട് കൈ പിടിച്ചിട്ട് സൈഡിനാക്കി. നമ്മളെ ഈ ഇതെല്ലാം പ്രൊഡക്റ്റ് എല്ലാം വിൽക്കാൻ വരുന്ന പിള്ളേരില്ലേ, അതിലൊരു കുഞ്ഞിൻ്റെ അവിടെ നിൽക്കുന്നു. എന്നിട്ട് നമ്മളോട് ചേച്ചി അവരിപ്പം വണ്ടി അടിച്ചിട്ട് ഇതായാലും ഞാനിങ്ങനെ നിന്ന് പോയി ആടാ സംഭവിച്ച് കിടപ്പുണ്ട്. നമ്മുടെ അമ്മാനെ മുടിക്കാനത്തേക്കാ പോണ്ട്. ഉള്ളോട്ടാ വീട് പറഞ്ഞു. അയാൾക്ക് ഫോണോ ഒന്നുമില്ല. എന്നിട്ട് നമ്മ എല്ലാ പ്രായമുണ്ട്. എന്നിട്ട് അയാളെ പറയാ കഥ പറയാ ഇല്ല ഇതിലേക്ക് ഇട്ട് കൊടുക്കേ. പൊള്ളുന്നു.
എന്നിട്ട് ഇത് നമുക്ക് ഇളക്കി കൊടുക്കാം. അയ്യോ, ബാക്കി കഥ പറയൂ. എന്നിട്ട് അവരെ അവിടെ നിർത്തിച്ചിട്ട് നമ്മ പറഞ്ഞു പിന്നെ ഒരു ഓട്ടോ കിട്ടുമെന്ന് നോക്കാൻ പറഞ്ഞിട്ട് ഓട്ടോക്കാരൊന്നും നിർത്തുന്നില്ല. ഒരു മനുഷ്യന്മാരും ആവശ്യത്തിന് നിർത്തില്ല. നമ്മ അതാ വരാൻ വൈകുന്നേരം 7 മണി 7:30 ആവാൻ. എന്നിട്ട് ഓട്ടോ കയറ്റി വിട്ടവരെ നല്ല പ്രവൃത്തി കഴിഞ്ഞിട്ട്. അല്ല അവരെവിടെയെങ്കിലും കണ്ണാണ്ട് എവിടെയെങ്കിലും വണ്ടിക്ക് അടിക്കും. നമുക്കൊരു സമാധാനമില്ല. എന്നിട്ട് നമ്മ വണ്ടി നിർത്തിട്ട് എന്നിട്ട് വേറൊരു ചങ്ങായി സ്കൂട്ടി എടുത്തിട്ട് വരുമ്പം അവനോട് പറഞ്ഞു എടാ ഒന്ന് പറഞ്ഞാൽ എനക്കറിയാം പക്ഷെ വീട് അറിയില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മ പറഞ്ഞു പിന്നെ എന്നിട്ട് അവൻ്റെ വണ്ടി കയറ്റി കൊണ്ടാക്കാൻ പറഞ്ഞു. പിന്നെ ഞാനും ഷൈനി വിചാരിച്ച് വണ്ടിന്നായിട്ടും വീണ് കഴിഞ്ഞാൽ പണി ഓൻ്റെ പരടിക്കായി ഉപകാരം ചെയ്തിട്ട് ലാസ്റ്റ് ഉപദ്രവമായാൽ കായില്ല ആളും കണ്ണൊന്നും കാണുന്നില്ല. എന്നിട്ട് ഞാൻ പിടിച്ചോളാം പ്രശ്നമൊന്നുമില്ല. നമ്മൾ വേണ്ട എന്നാൽ കീ പറഞ്ഞു. എന്നിട്ട് ഒരു ഓട്ടോക്കാരനെ അങ്ങോട്ട് പോകുമ്പോൾ കൈ നീട്ടിയേ. എന്നിട്ട് കൈ നീട്ടിട്ട് അയാള് നിർത്തിയിട്ട് പറഞ്ഞു എനക്ക് സമയമൊന്നുമില്ല പറഞ്ഞു. നമ്മുടെ നിങ്ങൾ അവിടെ കൊണ്ടാക്കിയിട്ട് വന്നു. എന്നാടെ അയാളെന്ന് പറയുന്നറിയാം 50 ഉറുപ്പ്യ വേണം വണ്ടി പൈസ. അതിന്റെ പാവം ജീപ്പേ ഉണ്ടായിന് 50 ഉറുപ്പ്യ ചെയ്ത് കൊടുത്ത്. അപ്പൊ നമ്മൾ അവിടെ കൊണ്ട് ഇറക്കലായിരിക്കും. അവിടെ കൊണ്ട് അമ്മാനെ ഓടിക്കാനത്ത് കൊണ്ട് അവിടെ ഇറക്കിയിട്ട് പോലായിരിക്കും. എന്നാൽ സ്പീഡിൽ ആ വണ്ടിയുടെ ബാക്കിൽ തന്നെ വന്നു. വന്നിട്ട് നോക്കുമ്പോ അയാൾ ഉള്ളോട്ട് പോയി കൊണ്ടാക്കിനും തോന്നുന്നു. പിന്നെ അമ്മറും ഒന്നും ഇല്ലല്ലോ, കണ്ണേ കാണുന്നില്ല. രാത്രി കറക്റ്റായിട്ട് വീട് ഓർമ്മയുണ്ട്. കണ്ണാണാണ്ട് ഞങ്ങൾക്ക് അറിയാലോ മുടിക്കാൻ തിന്ന സ്ഥലത്താണ് കൊണ്ടാക്കിനി. തിരിച്ചു വന്നേ കണ്ടിരുന്നു. അങ്ങനെയാണ് സംഭവം. ഉപകാരം ചെയ്തു അല്ലേ? ഓരോ സമയത്തിലൊരിത്. നീ എന്നാ അതിൽ കോരിയെടുക്കുക? അല്ല ഇതിങ്ങനെ പെരട്ടി അവിടെ വെച്ചില്ലേ, ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കില്ലേ വെള്ളം ഒഴിച്ചിട്ട് എടുത്ത് വെക്കാം. 5 മിനിറ്റ് അരവ് പിടിക്കാൻ വെക്കണം. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാട്ടാ. 5 മിനിറ്റായി. 5 മിനിറ്റ് വെള് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അമ്മയാക്കുന്ന കറിയുടെ ടേസ്റ്റ് ഒന്നും കിട്ടില്ല കേട്ടോ. നമുക്ക് മുട്ടുവേദനയായിട്ട് പണി കിട്ടിയത് തന്നെ അമ്മ നല്ല കറിയാക്കി തരും. തലയിലൂട്ടിന് കേട്ടോ നല്ല രസം. തലയിലെ കറി വെച്ചാൽ എനിക്കിഷ്ടമാണ്. പക്ഷെ തല എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ. അവർ 5 മിനിറ്റ് മൂടി വെച്ച് ഒരാൾ അരവ് തിളക്കുമ്പോൾ അന്ന് കഷ്ണം ഇടുന്നു. ഇനി എന്നാ വേണ്ട വെച്ചാൽ തീ കത്തിക്കുക. തീ കത്തിച്ചിട്ട് മൂടി വെക്കുക. അപ്പൊ നമുക്ക് കുറച്ച് പുളി പൊതിർക്കുക. അയ്യോ മറ്റേ കൊടംപുളി ഉണ്ടോ അമ്മേ? ഉണ്ടോ കൊടംപുളി? കൊടംപുളി ഇഷ്ടം പോലെ കേട്ടോ. കൊടംപുളി ഇട്ടോട്ടല്ലേ? കൊടംപുളി ഇട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് തേങ്ങ ചിരകിയിട്ട് അരക്കാം നേരത്തെ. ഇപ്പോൾ ഫ്രിഡ്ജ് തേങ്ങ ചിരകുന്നുണ്ട്. മറ്റേ നറുക്കെടുപ്പിൽ കിട്ടിയത് എനിക്ക് രമ്യൻ്റെ കാണാൻ മൊഞ്ചുണ്ടല്ലേ? നല്ല മൊഞ്ചുണ്ട്. 20 ഉറുപ്പ്യ കിട്ടിയ മിക്സിയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് അയിലക്കറിക്കുള്ള അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ, ഒരു 1/4 ടീസ്പൂൺ ജീരകം, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടിയാണ് അരച്ചെടുക്കുന്നത്. വാങ്ങൂരാണ് ഇത്രയും പൈസ. 2 മണിയാകുമ്പോ 1 പവനെ മണിക്കൂല. 1 പവനൊന്നല്ല വാങ്ങുന്നുണ്ടല്ലോ. വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാട്ടോ. ഇത്ര പൈസ അല്ലേ? 5000 ഉറുപ്പ്യ ഉണ്ടായ സ്വർണ്ണം ഉണ്ടെങ്കിൽ മേടിച്ചാൽ മതി. ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ നിന്നാ പോരെ. അരച്ചെടുക്കട്ടെ. കറി തിളച്ചോ നോക്കാം. ആഹാ, കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അരപ്പ് റെഡി. അപ്പോൾ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അയില വെന്ത് നോക്കാം. അയില വന്നിട്ടുണ്ടാവും. തിളക്കുമ്പോൾ ചൂടാകുമ്പോൾ പോകും. നല്ല മണമില്ല? നല്ല മണമുണ്ട് കേട്ടോ. ഫ്ലാച്ചി കൊടുക്കാം എന്നല്ലേ പറയല്? ഫ്ലാച്ചി കൊടുക്കാം. നമുക്ക് എന്താ വെച്ചാൽ ഈ അരപ്പതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇന്നലെ ആക്കിന് ഒരു പാരക്കറി, പാരമീൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ പാരക്കറി പറയുമ്പോൾ തേങ്ങ ഒരുക്കുന്ന പാരയാന്ന് ചോദിച്ചല്ലോ. നമ്മളെ നാട്ടിൽ പാര പറയുന്നൊരു മീനില്ലേ? എൻ്റെ മറ്റേ അയിലേൻ്റെ വേറെ മോഡൽ അതന്നെ അല്ലേ? കാണാൻ അയിലേനെ പോലെ. ഞാൻ വാലിൻ്റെ അടുത്തൊരു ഇങ്ങനെ ചെത്തിക്കളി മസാല
അപ്പോൾ ഇതിന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം അല്ലേ? ഉപ്പും നോക്കണം കേട്ടോ. അതൊക്കെ ഇത് പച്ചാലേ ഉപ്പുണ്ടോ? കുറച്ച് വേണം. കുറച്ച് വെട്ടെ. പുളി മതി തോന്നല്ലേ? പുളി മതി. അപ്പോൾ നമ്മൾ അയിലക്കറി തിളച്ച് വരുന്നുണ്ട്. കറിവേപ്പില കഴുകിയിട്ട് അതിലേക്ക് ഇട്ടു. കഴുകി വെച്ചതാണ് അമ്മ. കൊട്ടയിലെടുത്ത് വെച്ചു പ്ലാസ്റ്റിക്കിൻ്റെ. അതാണ് പതക്കട്ടെ. അമ്മേൻ്റെ കറി ആവൂലെങ്കിലും നമുക്ക് മണലും മണമുണ്ട് അല്ലേ? അതൊക്കെ നമുക്ക് അങ്ങ് നീക്കി. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ഉള്ളി വറുത്തിടണം അല്ലേ? ഇപ്പോൾ നമ്മൾ അയിലക്കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് ഇപ്പുറത്ത് പതക്കുമ്പോൾ നമുക്ക് അപ്പുറത്ത് ഉള്ളി കാച്ചി വയ്ക്കാം. അതെ, ഉള്ളി ഇത് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് നമുക്കത് ഒരു ബ്രൗൺ നിറാവുന്ന വരെ വഴറ്റിയെടുക്കണം. നമ്മളപ്പുറത്തെ എടുക്കുന്ന വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മളെ കറിയോട് തിളച്ച് കഴിഞ്ഞു. കാച്ചിപ്പോകുന്ന അയിലക്കറി ഉള്ളി കാച്ചി. ഉപ്പ് കുറച്ച് കുറവാണ്. അടിപൊളി അയിലക്കറിയാണ്. നല്ല മണമുണ്ട്. നല്ല നാടൻ അയിലക്കറി. അപ്പോൾ ആ ഉള്ളി അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഉള്ളി അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ചൂട് വരുന്നത് ചട്ടിയിലേക്ക് ഇട്ടാലല്ലേ ആ ടേസ്റ്റ് കിട്ടിയില്ല. ഞാൻ പറയില്ല. ഇത് തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചട്ടിയിലായതുകൊണ്ട് ഇങ്ങനെ ആ ചൂട് മറന്നേരം തിളച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇതാണ് നാടൻ അരി.